നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇയാളെ പോലെയുള്ളവരോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പണം മാത്രമാ ഇവർക്കൊക്കെ പ്രധാനം. ആ ചിതയിൽ തന്നെ കത്തി തീരുകയും ചെയ്യും. അതെന്തോ ആയിക്കോട്ടെ, ഞങ്ങളുടെ കുട്ടി അങ്ങ് വെറുതെ വിട്ടേക്കാൻ പറയണം ഇയാളുടെ മോളോട്. തന്റെ മകളെ പോലെ അല്ലല്ലോ എന്റെ മോള്, എന്റെ സ്വന്തം ചോരയാ. അതിൽ തൊട്ടാലേ പൊള്ളിക്കും ഞാൻ, ഓർത്തോ. അതായത് രണ്ടുപേരും സ്കൂളിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ഇത് സംബന്ധിച്ചൊരു പ്ലാൻ തയ്യാറാക്കിയിരുന്നു. പദ്ധതിയിട്ടത് സ്കൂളിൽ എത്തിയതിനു ശേഷം ആവാനും മതി. പക്ഷേ ഇത് സംബന്ധിച്ച് വ്യക്തമായ പ്ലാൻ രണ്ടുപേരുടെയും മനസ്സിലുണ്ടായിരുന്നു. ഞാൻ സത്യയോടൊന്ന് സംസാരിച്ചോട്ടെ. ഇപ്പോഴോ? സത്യ ഇന്നലെ അച്ഛമ്മ ഒരുപാട് വഴക്ക് പറഞ്ഞു. സത്യ ഇന്ന് സ്കൂളിൽ വരുമെന്ന്. സത്യ ഇന്ന് സ്കൂളിൽ വരുന്നില്ലേ? ഉണ്ട്, വരുന്നുണ്ടെന്ന്. അമ്മ ഇപ്പൊ വരാവേ. ഹലോ. പത്മിനി സത്യഭാമയും തമ്മിലായിരുന്നു ഏറ്റവും കൂടുതൽ അടുപ്പം. പാരന്റ്സ് എന്ന നിലയിൽ നിങ്ങളും അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഒരാൾ അറിയാത്തതായി രണ്ടാമത്തെ ആൾക്ക് ഒരു കാര്യമില്ല. സാധാരണ ക്ലാസ്മേറ്റ്സിൽ കവിഞ്ഞ അടുപ്പമാണ് അവർ തമ്മിൽ. പക്ഷേ ചെറിയ കുട്ടികളായതുകൊണ്ട് ഞങ്ങളെ ടീച്ചേഴ്സൊന്നും വലിയ നിയന്ത്രണങ്ങളൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല. സ്കൂൾ സമയം കഴിഞ്ഞും അവര് രണ്ടുപേരും തമ്മിൽ ബന്ധപ്പെടാലോ. പോരെങ്കിൽ ആ കുട്ടി സത്യഭാമ സ്വന്തമായൊരു ഫോണും കൊണ്ടാണ് നടക്കുന്നത്. സ്വാഭാവികമായും ഇത്തരം ബന്ധങ്ങളില് മെന്റൽ പവർ കൂടുതലുള്ള കുട്ടി രണ്ടാമത്തെ ആളെ ഡോമിനേറ്റ് ചെയ്യും. കുട്ടികളാണെങ്കിലും തങ്ങളുടെ മനസ്സിൽ അടിയുറച്ചു പോയ വിശ്വാസങ്ങളും ധാരണകളും രണ്ടാമത്തെ ആളെ അടിച്ചേൽപ്പിക്കും. രണ്ടാമത്തെ ആൾ അത് പ്രതിഷേധമില്ലാതെ അനുസരിക്കുകയുള്ളൂ. മാഡം പറഞ്ഞത് ശരിയാ. സത്യമാമ പറയുന്നതനുസരിച്ചാ പത്മിനി ഓരോന്നും ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ആരെയും പേരെടുത്തൊന്നും പരാമർശിക്കണ്ട മിസ്. ശരി, മതി, വാ. രോഹിത് വരാനാ പറഞ്ഞത്. മിസ് എന്തിന് സത്യഭാമയുടെ പേരെടുത്ത് പറഞ്ഞത്? ഞാനൊരു നയത്തിൽ പറഞ്ഞു ഒഴിവായതല്ലേ. നമ്മൾ എന്തിനാ മാഡം എന്തെങ്കിലും ഒളിച്ചു വെക്കുന്നത്? ചെയ്യാത്ത തെറ്റിന് പഴി കേൾക്കേണ്ട കാര്യമില്ലല്ലോ. സത്യഭാമ നമ്മുടെ ഒരു സ്റ്റുഡന്റ് ആണെന്ന് മിസ് ഓർക്കണം. പോരാത്തതിന് ജില്ലാ കളക്ടറുടെ മോളും. അങ്ങനെ തന്നെയാ വേണ്ടത്. മക്കൾ തോന്നിയാസം കാട്ടിയെങ്കിൽ സത്യാമ്മയും ജില്ലാ കളക്ടറും കൂടി നേരിട്ട് കൊമ്പ് കോർക്കട്ടെ. നമ്മൾ എന്തിനാ ഇടയിൽ കിടന്ന് തല്ലുകൊള്ളുന്നത്? സ്വന്തം മകള് പഠിക്കുന്ന സ്കൂളിലെ പ്രിൻസിപ്പലിന്റെ റൂം അന്യരോട് അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടി വരുന്ന ഒരച്ഛന്റെ മകളിൽ നിന്ന് ഇതിൽ കൂടുതൽ ഒന്നും പ്രതീക്ഷിക്കാനില്ല. തെറ്റാ കുട്ടിയുടേതല്ല. എടോ, മക്കളെ ജനിപ്പിച്ച മാത്രം പോരാ, സമ്പത്തും സുഖസൗകര്യങ്ങളും നൽകി അവരെ വളർത്തുന്നത് കൊണ്ടും ഒന്നും ആയില്ല. ഒരിറ്റ് സ്നേഹവും വാത്സല്യം കൂടി അതിന്റെ കൂടെ കൊടുക്കണം. ബ്രോ, വേണ്ട, ഇയാൾ ഒന്നും സംസാരിക്കണ്ട. സംസാരിക്കാനുള്ള അവകാശമില്ല ഇയാൾക്ക്. ഇപ്പൊ എല്ലാം വ്യക്തമായിട്ട് ഓർത്തെടുക്കുന്നുണ്ട് ഞാൻ. വിദേശത്ത് എവിടെയല്ലേ ഇയാൾക്ക് ജോലി? പുറത്തെവിടെയോ കിടന്ന മകൾക്ക് വേണ്ടി കാശുണ്ടാക്കുന്നു അല്ലേ? അതുകൊണ്ട് എല്ലാം എന്ന ഇയാളുടെ വിചാരം.
ഞാൻ ഓർക്കുന്നുണ്ട് ഞങ്ങളുടെ ഹോട്ടലിലെ വാർഷികത്തിന് ഇയാളുടെ മോള് സംസാരിച്ചത്. അവളുടെ അച്ഛന്റെ അയാളുടെ അമ്മയുടെ മുഖം കണ്ടതായി അവൾക്ക് ഓർമ്മയില്ലാന്ന്. ആ മുഖങ്ങളൊന്നും ഓർമ്മയില്ലെങ്കിലും അവൾക്ക് ഏറ്റവും ഇഷ്ടം അവളുടെ അച്ഛനെയാണെന്ന്. ആ അച്ഛൻ ഭക്ഷണം കൊടുക്കുന്നത്, കഥ പറഞ്ഞു കൊടുക്കുന്നതും കൂടെ കിടത്തി ഉറക്കുന്നതും ഒക്കെ അവൾക്ക് ഏറ്റവും ഇഷ്ടമെന്ന്. അത്രയ്ക്ക് ഇഷ്ടമായിരുന്നല്ലോ അവൾക്ക് തന്നോട്. സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി അന്യനാട്ടിൽ അലഞ്ഞു തിരിയുമ്പോ താൻ അതൊക്കെ തിരിച്ചറിഞ്ഞോ? ഇത്രയും നാളില്ലാത്തൊരു അച്ഛനിപ്പോ പൊട്ടി വീണിരിക്കുന്നു. നാണം ഉണ്ടോടെ ഇയാൾക്ക്? ഈ മുഖം കണ്ടാ തിരിച്ചറിയില്ല തന്റെ മകള്. ഒരച്ഛൻ വന്നേക്കുന്നു. എടോ, മറ്റൊന്നും ഇല്ലെങ്കിലും പെൺകുട്ടികൾക്ക് വേണ്ടത് ഒരു അച്ഛന്റെ സ്നേഹവും സാന്ത്വനവും സംരക്ഷണവുമാ. അതില്ലെങ്കിൽ എല്ലാം പോയി. നോക്കിക്കോ, നാളത്തെ നമ്പർ 1 തെമ്മാടിയായിരിക്കും തന്റെ മകള്. അതിന് ഉത്തരവാദി അവളുടെ സ്വന്തം അച്ഛനും. രോഹിത, മതി, നിർത്ത്. മതിയാക്കുക. ഇയാളെ പോലെയുള്ളവരോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പണം മാത്രമാ ഇവർക്കൊക്കെ പ്രധാനം. ആ ചിതയിൽ തന്നെ കത്തി തീരുകയും ചെയ്യും. അതെന്തോ ആയിക്കോട്ടെ, ഞങ്ങളുടെ കുട്ടി അങ്ങ് വെറുതെ വിട്ടേക്കാൻ പറയണം ഇയാളുടെ മോളോട്. തന്റെ മകളെ പോലെ അല്ലല്ലോ എന്റെ മോള്. എന്റെ സ്വന്തം ചോരയാ. അതിൽ തൊട്ടാലേ പൊള്ളും. പൊള്ളിക്കും ഞാൻ. ഓർത്തോ? കളിക്കാൻ വരുന്നത് സത്യഭാമയുടെ കൊച്ചുമോളോടാണെന്ന് ഓർമ്മ വേണം. എടാ, മതി, വിട്. നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പോണ സമയം കളയണ്ട. ചെല്ലേ. മറക്കണ്ട. ഈശ്വര, കുഞ്ഞേച്ചി എന്നെ പറഞ്ഞു വിട്ടതാവും അയാള്. എന്നിട്ടിപ്പോ സകല പാപഭാരം ആ സാധുവിന്റെ തലയിലായല്ലോ. ചെല്ലേ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.